ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വിഭവമായ കൂട്ടുകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന് നമ്മളെല്ലാവരും കൂട്ടുകറി ഉണ്ടാക്കും. പക്ഷെ ഈ കൂട്ടുകറി തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് കടല കൂട്ടുകറിയാണിത്. കടല ഒരു 200 ഗ്രാം കടല ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഇതിലേക്ക് പച്ചക്കറി, ബീൻസ്, അച്ചിങ്ങ, കായ, ചേന, ക്യാരറ്റ്, ഇത്രയും പച്ചക്കറി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സവാള, മഞ്ഞൾപ്പൊടി, വേപ്പില. ഇതുകൂടാതെ നമ്മൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. തേങ്ങ വറുത്ത തേങ്ങയുണ്ട്, പച്ചക്കരച്ച തേങ്ങയുണ്ട്. ഈ പച്ചക്കരച്ച തേങ്ങയിലേക്ക് നമ്മൾ 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, ഇത് ഇത്രയും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്താണ് ഈ പച്ചക്കരച്ചെടുത്ത തേങ്ങ. വറുത്തെടുത്ത തേങ്ങയിലേക്ക് നമ്മൾ ഇത് വറുക്കണ സമയത്ത് ഒരു 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിലിട്ട് തേങ്ങയും ചുമന്നുള്ളിയും കൂടി വറുത്തെടുത്തതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ചേർത്ത് വഴറ്റാം. ഇനി അതിൻ്റെ കൂടെ വേപ്പില ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കടല വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് കഴുകി എടുത്ത കടലയാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പച്ചക്കറി, വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് പച്ചയ്ക്ക് അരച്ച തേങ്ങ അരപ്പ് ചേർത്ത് ഇളക്കാം. നമ്മൾ തേങ്ങ നന്നായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇളക്കി ചേർക്കാം. നമ്മുടെ കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ കൂട്ടുകറിക്ക് ചിലവർക്ക് ഗരം മസാല ഇടുന്നത് ഇഷ്ടമായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു അല്പം ഗരം മസാലപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനമായിട്ട് നമുക്കൊരു തണ്ട് മല്ലിയില തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടല കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവത്തിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മസാല വിഭവമാണ്. എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു കൂട്ടുകറി ട്രൈ ചെയ്യൂ. എല്ലാവർക്കും വളരെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.